എന്തായി ആതിര പോയടാ. ആതിര തോണ്ട പോന്ന്. ആതിര പോന്ന അതുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് പോന്ന്. അമ്മ അത് ടാസ്ക് കൊടുത്തല്ലേ അമ്മ? ഫേക്ക് അമ്മ അത് ഫേക്കൊന്നും അല്ലടാ. അമ്മ യഥാർത്ഥത്തിൽ പോന്നതല്ല, അത് ബിഗ് ബോസ് വിളിച്ച് ടാസ്ക് കൊടുത്തതാന്ന് പറ്റിക്കാനായിട്ട്. ഇതിപ്പോ പുറത്തോട്ട് ഇറക്കിയിട്ട് വിടും. പുറത്ത് പോവല്ലേ, പുറത്ത് പോകുന്നവരൊക്കെ അങ്ങ് പോവല്ലേ ചെയ്യുന്നേ. ചേട്ടാ ബിഗ് ബോസ് വിളിച്ച് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞാന്ന് ഇത് സീക്രട്ട് ടാസ്ക് കൊടുത്തതാന്ന്. പുറത്ത് പോകത്തില്ല, പോന്നവർക്ക് ഇപ്പൊ തിരിച്ചു വരും. എന്നാ നമുക്ക് കാണാൻ തിരിച്ചു വരുന്നോന്ന്. ഷാനവാസിന് ടാസ്ക് കൊടുത്തില്ലേ ബിഗ് ബോസ്? കൊടുത്ത്. എന്നാലും എല്ലാരും നോമിനേറ്റ് ചെയ്ത് പോവുകയാടാ യഥാർത്ഥത്തിൽ. എല്ലായിടത്തും ഷാനവാസ് പറഞ്ഞവരെ കൺവിൻസ് ചെയ്ത്. അത് ചിലപ്പോ പോവാൻ വേണ്ടി ബിഗ് ബോസിന്റെ 7ന്റെ പണിയായിരിക്കൂടാ. ഇത് പോകത്തില്ലെന്ന്, പോയിട്ട് ഇപ്പൊ തിരിച്ചു വരുമെന്ന്. അത് നമുക്ക് നോക്കാം. നിങ്ങൾ ഇത് വിശ്വസിച്ചോണ്ടിരിക്കുക? അത് നമുക്ക് നോക്കാം. ഇതിന് ശരിക്കും പോവുകയാണ്? ശരിക്കും പോവുക. അങ്ങനെ വീട് ഈ വോട്ടിങ്ങും സംഭവങ്ങളും നടക്കും. ഇത് ഫേക്കാന്ന് ഞാൻ ലൈവിൽ കണ്ടയാന്ന് ഷാനവാസ് ഓരോരുത്തരുന്ന് പറയുന്നത് കണ്ടാ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഷാനവാസ് തന്നെ വിഷമിച്ച് നിൽക്കുന്നു ഉള്ളതായിട്ടല്ലേ. ഷാനവാസ് അല്ലേ പറഞ്ഞത് അതിലെ കളർ പുറത്താക്കണമെന്ന്. എന്തായാലും വിഷമിച്ചിരിക്കുക. കണ്ടാ തിരികെ വരും. എങ്ങനെയുണ്ട് ഫേക്ക് എന്ന് വെച്ചാൽ അത് ചുമ്മാതാന്ന്. അപ്പം പറ്റിപ്പായിരുന്നു. പിന്നെ ഉമ്മ എന്ത് വിചാരിച്ചു കേക്കിന്റെ കാര്യം പറയുന്നത്? നമ്മ ഫേക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ പറയുക. ഷാനവാസ് പറഞ്ഞെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും കൂടെ അതിലെ വോട്ട് ചെയ്ത് പുറത്താക്കൂ. വെറുതെ ഇത് ചുമ്മാ ഓരോരുത്തരുടെ ഉള്ളിൽ പറയാനും ഒരു വിഷമം കാണാനും ഒക്കെ വേണ്ടി ബോസ് ചെയ്യുന്നതാണ്. അതാണ് 7ന്റെ പണിയായിരിക്കും. അതൊക്കെ പോട്ട്. ഈ മലയാളം ബിഗ് ബോസിന് 10-25 ദിവസം കൂടെ ഉള്ളു. അപ്പൊ ഇത് തീരുമ്പോഴത്തേക്ക് ഇനിയിപ്പോ നിങ്ങൾ എന്തോ പറയും? ചെന്നൈ പോയപ്പോ നീ കണ്ടില്ലേ അതിന്റെ തൊട്ടപ്പുറത്ത് പിന്നെ തമിഴ് ബിഗ് ബോസ് നടക്കുന്നത്? തമിഴ് പറയാൻ പോകുന്ന അതിന് നിങ്ങൾക്ക് തമിഴ് അറിയാവോ? തമിഴ് അറിയാടാ. സപ്പ് ചെയ്തിട്ടെ സേതുപതി. സപ്പ് ചെയ്തിട്ടെ സേതുപതി. അത് തമിഴാണോ? പോടാ തീരിട്ട് പൈത വെളിയില്. ചീത്ത വിളിക്കുന്ന അതിനല്ലാതെ ഇവർക്ക് പ്രശ്നമായി.